ഇപ്പോൾ ജനുവരി 1 മുതൽ ഇന്ന് ഞാൻ ഫെബ്രുവരി 26 വരെ എടുത്താൽ 56-57 ദിവസം കൊണ്ട് 20 ചെറുപ്പക്കാരാണ് അവരെ വീടുകളിൽ ഈ കൊലപാതകമോ അല്ലെങ്കിൽ അക്രമമോ വയലൻസോ കാണിച്ചിരിക്കുന്നത്. ആത്മീയതയോടൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട്, സാമൂഹ്യ ജീവിതത്തോടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഇതിനെല്ലാ കാര്യത്തിനോടും നെഗറ്റീവ് വന്നിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം തരുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഗുണ്ടായിസം കാണിച്ചാൽ അകത്ത് നിൽക്കാൻ പറ്റും, തല്ലിയാൽ അകത്ത് നിൽക്കാൻ പറ്റും, ജാമ്യം എടുത്തു കൊടുക്കും പാർട്ടിക്കാർ. കൊലപാതകം ചെയ്താലും ജാമ്യം എടുത്തു കൊടുക്കുന്ന സംവിധാനം ഉണ്ട് ഏത് പാർട്ടിയായാലും. സദനങ്ങളിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിന് നമുക്ക് സങ്കടമില്ല, അനാഥ മന്ദിരങ്ങളിൽ കുട്ടികളെ കൊണ്ട് തള്ളുന്നതിന് സങ്കടമില്ല. ആരോടും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് പുതിയ തലമുറ പോകുന്നത്. ഇത് വളരെ ഉത്തരവാദിത്വപരമായിട്ടാണ് പറയുന്നത്. ഇതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേരള സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം യുവാക്കൾക്കിടയിൽ അക്രമ സ്വഭാവം വർദ്ധിച്ചോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 23കാരൻ വകവരുത്തിയത് 5 പേരെയാണ്, അതും സ്വന്തം ബന്ധുക്കളെ. സത്യത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിന് എന്താണ് സംഭവിച്ചത്? ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുന്നത് സാമൂഹിക നിരീക്ഷകനും സ്പിരിച്വൽ സയൻറ്റിസ്റ്റുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഈ ചെറുപ്പക്കാരിൽ ഈ അതിക്രമത്തിൻ്റെ അളവ് കൂടിയോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇക്കഴിഞ്ഞ ദിവസത്തിൽ ഉൾപ്പെടെ ഈ തിരുവനന്തപുരത്ത് ഈ കൂട്ടക്കൊല ഉണ്ടാകുന്നു. സത്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? കേരളത്തിൻ്റെ ഭാവി, ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷത്തിന് എന്ത് പറ്റി? ഗൗരവമായി നാം ചോദിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിനല്ല ലോകത്തിനാകെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. കാര്യം ആഗോളവൽക്കരണം വന്നതിന് ശേഷം ലോകം തുറന്നു, ഒരു മാർക്കറ്റ് പോലെയായി, ഒരു കമ്പോളമാണ് ഇന്ന് ലോകം. അവിടെ ശക്തിയുള്ളവർ നിൽക്കും, ശക്തി കുറഞ്ഞവർ നശിക്കും, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് 90-കൾക്ക് ശേഷം ലോകം തന്നെ പോകുന്നത്. പക്ഷേ തിരിച്ച് കേരളത്തിലേക്ക് വന്നാൽ ഇതൊന്നും ഒരുപാട് വരാൻ പാടില്ലാത്തൊരു സമൂഹമാണ്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണ്. ഇവിടെ ഇടതുപക്ഷമടക്കമുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുള്ള നാടാണ്, നവോത്ഥാനം നടന്ന നാടാണ്. അപ്പോൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതാണ്, ഇതിൽ നിന്നൊക്കെ മാറിപ്പോകേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനൊന്നും മാറിപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെയൊക്കെ ഓണപ്പ് ചെയ്ത് പോകുന്നൊരു സമൂഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജനുവരി 1 മുതൽ ഇന്ന് ഞാൻ ഫെബ്രുവരി 26 വരെ എടുത്താൽ 56-57 ദിവസം കൊണ്ട് 20 ചെറുപ്പക്കാരാണ് അവരെ വീടുകളിൽ ഈ കൊലപാതകമോ അല്ലെങ്കിൽ അക്രമമോ വയലൻസോ കാണിച്ചിരിക്കുന്നത്. അതിലൊരു കുട്ടി പാലക്കാട് ചോദിച്ചത്, എന്തിനാ അമ്മയെ കൊന്നെന്ന് വെച്ചപ്പോൾ അമ്മ എന്നെ ജനിപ്പിച്ചത് എന്തിന് എന്നാണ് ആ മോൻ ചോദിക്കുന്നത്. മലപ്പുറത്ത് എത്ര വൈകാരികമായ ഒരു ചോദ്യമാണ് അയാൾ സമൂഹത്തോട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് കിളിമാനൂർ അമ്മ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചു, അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കൊടുത്തു എന്നുള്ള കാര്യത്താൽ മകന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അച്ഛനെ മകൻ തല്ലിക്കൊന്നു. കുറ്റിച്ചില എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുട്ടി 16 വയസ്സായ കുട്ടി ക്ലർക്ക് എന്തോ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് നേരെ പോയി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര കേരളത്തിൽ നടക്കുകയാണ്, വയലൻസിൻ്റെ പരമ്പര. അതുപോലെ തന്നെ ഇന്നലെ 23 വയസ്സുള്ള ആ കുട്ടി, ശരിക്കും പറഞ്ഞാൽ ഈ അർഫാൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ എത്ര മനോഹരമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ്. ഒരിക്കലും അയാളെപ്പോലെ ഒരാളുടെ ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അതുപോലെ അനുജൻ, ആ ഫാമിലിയെ കാണുമ്പോൾ വളരെ മനോഹരമായ ചിത്രങ്ങളാണ് എല്ലാവരും. അമ്മൂമ്മയൊക്കെ കണ്ടാൽ എത്ര ഉമ്മൂമ്മയെ കാണുമ്പോൾ എത്ര നിഷ്കളങ്കമായ മുഖമാണ്. പക്ഷേ അവിടെ സംഭവിക്കുകയാണ്. ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്ന്, നമ്മളെ സോഷ്യൽ മീഡിയ വല്ലാതെ ഈ തലമുറയെ ഇല്ലാതാക്കുന്നുണ്ട്. ഒന്ന്, മതത്തിന് ഒരുപാട് കുഴപ്പമുണ്ട്, മതങ്ങൾക്ക് ഒരുപാട് കുഴപ്പമുണ്ട്, ശരിയാണ്. പക്ഷേ മതത്തിൻ്റെ കുഴപ്പങ്ങൾ മാത്രം എപ്പോഴും പറഞ്ഞ് മതത്തിൽ ചിന്തിക്കുന്നുള്ള അഭിപ്രായമല്ല ഞാൻ ഈ പറഞ്ഞ്. പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. ആത്മീയതയോടൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട്, സാമൂഹ്യ ജീവിതത്തോടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഇതിനെല്ലാ കാര്യത്തിനോടും നെഗറ്റീവ് വന്നിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം തരുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. എല്ലാ കാര്യവും ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് തന്നുകൊണ്ടിരിക്കും. മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നില്ല. പഴയ കാലത്തെ മുത്തശ്ശിമാരും അമ്മമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ സാരോപദേശ കഥകൾ പറയും. അത് ഇന്ത്യൻ കഥകൾ മാത്രമല്ല, അറബിക് കഥകൾ പറയും, ഗ്രീക്കിൻ്റെ കഥകളൊക്കെ ഒരുപാട് പറയും. ഞാനൊക്കെ ഒരുപാട് കേട്ട് വളർന്ന ആളാണ്. അത് പറയുമ്പോൾ അതിൻ്റെ അവസാനം ഒരു സാരോപദേശ തത്വവും കാണും. ഇപ്പോൾ രാമൻ്റെ കഥ അല്ലെങ്കിൽ മഹാഭാരതോ കൃഷ്ണൻ്റെ കഥയൊക്കെ പറഞ്ഞാലും, നബിയുടെ കഥ, യേശുവിൻ്റെ കഥ, എല്ലാത്തിൻ്റെ അവസാനം എന്ത് പറഞ്ഞു കൊടുക്കും? ഒരു തത്വം കൂടെ പറഞ്ഞു കൊടുക്കും. ഈ തത്വമാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്. കഥയൊക്കെ കളഞ്ഞിട്ട് തത്വം പാലിക്കണമെന്ന് പറയും. അപ്പോൾ അത് പഠിപ്പിക്കാൻ ആളില്ല. കുട്ടികളെ കയ്യിലാണെങ്കിൽ മൊബൈലും മറ്റ് സാങ്കേതിക വിദ്യകളിലാണ് കുട്ടികൾ മുഴുവൻ സമയവും. അപ്പോൾ 1-2 കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ നന്നായി, അവരുടെ ഒരു ദുഃഖം അറിയാതെ അവരെ വളർത്തുന്ന മാതാപിതാക്കൾ എന്ത് ചോദിച്ചാലും, വളരെ ചെറിയ പ്രായം മുതൽ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷേ അതിനെ ഓണപ്പേന്നൊരു സമൂഹമുണ്ട് ഇവിടെ. ഒരു കുട്ടി വളരെ യാദൃശ്യമായിട്ട് ഒരു ദിവസം ഒരു അംഗൻവാടിയിലെ കുട്ടി പറഞ്ഞു, ആൻറ്റി, മന്ത്രിയോടാണ് പറയുന്നത്, വീണാർ ജോർജിനോട്, ആൻറ്റി നമുക്ക് ഇനി മുതൽ ബിരിയാണി തരുമോ? ഉടൻ തന്നെ മന്ത്രി അങ്ങോട്ട് ഓർഡർ ഇടുകയാണ് ബിരിയാണി കൊടുക്കാൻ. ഉടനെ തന്നെ അവിടെ ഒരു സംഘടന എന്ത് ചെയ്യുന്നു, പോയി ബിരിയാണി കൊടുക്കുകയാണ്, കുഴിമന്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടി നാളെ പറയണം, എനിക്കൊന്ന് കല്യാണം കഴിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂ. ഈ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കേണ്ട ആഹാരം എന്താണ്?
അതിൻ്റെയൊക്കെ ഒരു സാത്വികതയുണ്ട്. കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം എന്താണ്? ലോകമാകെ പറയുന്നത് എന്താണ്? ഇലക്കറികൾ കൊടുക്കൂ, മിനറൽസ് കൊടുക്കൂ, പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കൂ, നിങ്ങൾ മാംസാഹാരങ്ങൾ കുറച്ച് കൊടുക്കൂ എന്ന് ലോകം മുഴുവൻ നമ്മളോട് പറയുകയാണ്. അപ്പോൾ വളരെ കൊച്ചു കുട്ടി കിട്ടുന്ന മെസ്സേജ് എന്താണ്? അപ്പം ഗവൺമെൻറ്റുകളും ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി സംഭവിക്കുന്നത് ഒരു സോഷ്യൽ കണ്ടീഷനിങ് എന്നൊരു തിയറി പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്ക് ഔപചാരിക അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന അറിവ്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവ്, വീട്ടിൽ നിന്ന് കിട്ടുന്ന അറിവ്, ഇങ്ങനെ അനൗപചാരികമായ ഒരുപാട് അറിവ് കിട്ടും ഓരോരുത്തരെയും രൂപപ്പെടുത്താൻ. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്ന് കുറേ അറിവ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുഭവങ്ങളാകുന്നൊരു അറിവ് കിട്ടും. അങ്ങനെ 3-4 തലത്തിലാണ് മനുഷ്യന് അറിവ് കിട്ടുന്നത്. ഇതിലൊരു സോഷ്യൽ കണ്ടീഷനിങ് എന്നൊരു പദമുണ്ട്. ഇത് നമ്മൾ വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വാക്കാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്, സാമൂഹ്യമായ പരുവപ്പെടുത്തൽ. ഈ സാമൂഹ്യ പരുവപ്പെടുത്തൽ എന്ന് പറയുന്നതാണ് മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഈ ബെഞ്ച് പോലെ കിടക്കുന്ന ചാരുകസേര പോലെ ചാരു ബെഞ്ചിൽ ഇരിക്കുന്നത് ഈ സൗകര്യം കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇതില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിലത്തിരിക്കും, കസലിൽ. ഈ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലമാണ് നമ്മളിവിടെ ഇരിക്കാൻ സഹായിച്ചിരിക്കുന്നത്. മഴയായിരുന്നേ ഒരുപക്ഷെ നമ്മൾ അകത്തിരിക്കുമായിരുന്നു. അപ്പോൾ സാമൂഹ്യ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ മനുഷ്യനെ പരുവപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം. ഇതിൽ നിന്ന് പരിവർത്തനപ്പെടുന്നപ്പോഴാണ്, അതാണ് വളരെ പ്രധാനം. സാമൂഹ്യമായ പരുവപ്പെടലിൽ നിന്ന് പരിവർത്തനപ്പെടുന്നത് അവർക്ക് കിട്ടുന്ന ഗുണപരമായ വിദ്യാഭ്യാസമോ സദാചാരപരമായ ജീവിത രീതിയോ മൂല്യങ്ങളധിഷ്ഠിതമായ ജീവിത രീതിയോ അതുപോലെ തന്നെ നിയമങ്ങളോ, ശക്തമായ നിയമങ്ങളോ, നല്ല നിയമങ്ങളുള്ളിടത്തും കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ശക്തമായ നിയമങ്ങളുള്ളതോ, പിന്നെ സാമൂഹ്യ സാഹചര്യം. ഇപ്പോൾ ഗഞ്ചാവും മയക്കുമരുന്നും ധാരാളം കിട്ടുന്ന സമൂഹത്തിൽ നമ്മൾ നിൽക്കുന്നത്. കിട്ടുന്ന സമൂഹത്തിൽ കുട്ടികളോട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഒരച്ഛൻ ഇതിനു വേണ്ടി നടക്കുന്ന ഈ സാമൂഹ്യ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ നടക്കുന്ന ഒരു പിതാവ് സ്വന്തം മോൻ പിന്നെ പവർ പോയിൻ്റൊക്കെ തയ്യാറായിക്കൊണ്ടിരുന്ന വീഡിയോ ഒക്കെ തയ്യാറായിക്കൊണ്ടിരുന്ന കാണിക്കാനായിട്ട്. അപ്പോൾ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ ചോദിച്ചു, അച്ഛൻ രാത്രി ഉറക്കൊഴിഞ്ഞിരുന്നത് എന്താണ് ഈ വീഡിയോ ഒക്കെ അത് മോനെ നാളെ എനിക്ക് ഇങ്ങനെ ഈ മയക്കുമരുന്നിനെതിരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുക്കനൊരു സന്തോഷം വന്ന് ചെറുക്കൻ വന്ന് എനിക്കൂടെ കുറച്ച് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിചാരിച്ച് ചെറുക്കൻ എൻ്റെ മോനെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഈ കാര്യങ്ങളിൽ. അപ്പോൾ മുട്ടായി രൂപത്തിൽ കിട്ടുന്നത് എല്ലാം അച്ഛൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ചെറുക്കൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് രാവിലെ അച്ഛൻ പിന്നെ ഈ പരിപാടിക്ക് പോകുന്ന സമയത്ത് ചെറുക്കൻ ഉണർന്ന് വന്നിട്ട് അച്ഛൻ തിരിച്ചു വരുമ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞ 3ാമത് പറഞ്ഞൊരു മുട്ടായി ഉണ്ടല്ലോ, അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. അച്ഛൻ ഞെട്ടിപ്പോയി. ഇതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയതാണ് ചെറുക്കൻ്റെ പ്രശ്നം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തിനാ മുട്ടായി, ഞാൻ നിനക്ക് ഇത് പഠിപ്പിച്ചത് അബദ്ധമായി. അപ്പോൾ പറഞ്ഞു, അല്ല അച്ഛൻ ഈ നല്ല ടേസ്റ്റ് എന്നല്ലേ പറഞ്ഞത്, ആദ്യം കുറച്ച് ടേസ്റ്റ് തരുമെന്നല്ലേ പറഞ്ഞത്, നമുക്കതൊക്കെ. പിന്നെ അച്ഛൻ മിനിങ്ങാന്ന് രാത്രി എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ജീവിതമാകുമ്പോൾ നമ്മളെല്ലാം പഠിക്കണം, എന്തും ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഒന്നും കളയരുതെന്നല്ലേ മിനിങ്ങാന്ന് അച്ഛൻ രാത്രി പഠിപ്പിച്ചത്. അപ്പോൾ ഇന്നലെ അച്ഛൻ പറഞ്ഞ എന്താണ്, എനിക്ക് മുട്ടായി കിട്ടുമെന്ന്. ഉണ്ടെന്ന് ഇങ്ങനെ മുട്ടായി കൊണ്ടുവരാൻ പറയും. ഇതാണ് പുതിയ തലമുറ. അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് വാങ്ങാനും കിട്ടുന്നത് കഴിക്കാനും എന്തും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം. മൊബൈൽ ഫോണിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം എന്ന് ഞാൻ പറയില്ല, അശാസ്ത്രീയമായ ഉപയോഗം. അമിതമായ ഉപയോഗം എന്നൊരു അഭിപ്രായം എനിക്കില്ല. അമിതമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അശാസ്ത്രീയമായ ഉപയോഗമുണ്ട് നമ്മളെ. അപ്പോൾ ഇതെല്ലാം കൂടി വയലൻസ് ചിത്രങ്ങൾ, സിനിമകളൊക്കെ വളരെ പ്രധാനമാണ്. പഴയ കാലത്ത് ഏത് സിനിമ എടുത്ത് നോക്കൂ, എല്ലാ പാട്ടുകളും പ്രകൃതിയുമായി, ഗംഗയെക്കുറിച്ച്, കാവേരിയെക്കുറിച്ച്, യമുനയെക്കുറിച്ച്, പെരിയാറിനെക്കുറിച്ച് എല്ലാം പ്രകൃതി പാട്ടുകളാണ്. പ്രണയത്തിൻ്റെ വല്ലാത്ത ഭാവങ്ങളാണ്, സ്നേഹത്തിൻ്റെ ഭാവങ്ങളാണ്, കുടുംബ കഥകളാണ് മുഴുവൻ. ഇപ്പോൾ കംപ്ലീറ്റ് സീരിയലായാലും സിനിമയായാലും വയലൻസും അസൂയ, കുശുമ്പ്, കുന്നായ്മ എല്ലാം സ്വാർത്ഥതയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാർത്ഥത കണ്ടു വളരുന്നൊരു തലമുറ. പണം പെട്ടെന്ന് കിട്ടണം. 23 വയസ്സുകാരന് പണം ചോദിച്ച് അപ്പം കിട്ടണം. പൈസ അപ്പം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളെ കൊന്നുകളയും. ആ പണം അപ്പം കിട്ടണം, മദ്യം കിട്ടണം, മയക്കുമരുന്ന് ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള പുതിയ ലോകത്താണ് നമ്മുടെ കുട്ടികൾ താമസിക്കുന്നത്. ഞാൻ ഈ മോറൽ സയൻസ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഈ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ. ഗുണപാഠങ്ങളുണ്ടായിരുന്നു. മലയാളത്തിലൊക്കെ ഒരുപാട് കഥകളുണ്ടായിരുന്നു, പുരാണ കഥകളുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പം ഇല്ല. ശാസ്ത്രം ശാസ്ത്രം വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല നമ്മൾ. ശാസ്ത്ര സാങ്കേതികതയുടെ എല്ലാ സഹായം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ ശാസ്ത്രം പറഞ്ഞ് മാനുഷിക മൂല്യങ്ങളും മനുഷ്യൻ്റെ മതം പിന്നെ സ്നേഹം, സാഹോദര്യം, സത്യം, ധർമ്മം, നീതി, അഹിംസ, ഇതിനൊന്നിനും ഒരു സാധ്യതയില്ല. രാഷ്ട്രീയത്തിൽ എന്താ കാണുന്നത്? ഗ്രൂപ്പ് രാഷ്ട്രീയം. ജാതി മതങ്ങളിൽ എന്താണ്? വർഗീയ രാഷ്ട്രീയം, വർഗീയ പരിപാടികൾ. ഇങ്ങനെ മുൻപിൽ കാണുന്ന മുഴുവൻ എന്താണ്? ഇതാണ്. ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയം, റാഗിങ്. റാഗിങ്. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ, ഇതിനെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പോലും, മുഖ്യമന്ത്രി SFIയുടെ, ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നു, അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പിതാവിൻ്റെ റോളിലല്ലേ നിൽക്കുന്നത്? SFIയുടെ പിതാവിൻ്റെ റോളിലല്ലേ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത്? അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതാണ്, നമ്മളെക്കുറിച്ച് വേണമെങ്കിൽ എതിരാളികളെ പറഞ്ഞോ, വർഗീയ സംഘടനകളും മറ്റ് വലതുപക്ഷ പിന്തിരിപ്പൻ സംഘടനകളുമൊക്കെ, പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ SFIയെ തറടിച്ച് കാണിക്കുന്നു. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി നല്ല ഒരു അന്തരീക്ഷം കലാലയത്തിൽ ഉണ്ടാക്കണം. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ആളാണ്. ഞാൻ അവിടെ പഠിക്കുമ്പോൾ അവിടെയും ഈ ചെറിയ ഞൊണ്ടുഞൊറുക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അന്നും ഈ ചെറിയ പരിപാടികളാണ്.
പക്ഷേ ആ പരിപാടികളെ നാഗശികാന്തിൽ നിന്ന് എതിർക്കുന്നത് SFI ആയിരുന്നു, അവിടുത്തെ AESF ആയിരുന്നു, അവിടുത്തെ KHU ആയിരുന്നു. അന്ന് അതെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് മാത്രമാണ് അവിടെ ഒരു സംഘടന. SFIയും AESFും KHU എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നടങ്കം അവരെ തല്ലും. തോന്നിയവസം കാണിക്കുന്നവരെ, പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവരെ, കഞ്ചാവ് അടിക്കുന്നവരെ, കഞ്ചാവ് ഒന്നടങ്കം തല്ലും. ഇന്ന് അതല്ല നടക്കുന്നത്, റാഗിങ് പോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനെ ഓണപ്പ് ചെയ്യുന്ന സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും തള്ളിപ്പറഞ്ഞോ? ഈ ക്യാമ്പസുകളിൽ നടക്കുന്ന തോന്നിയവാസങ്ങൾക്കെതിരെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞോ? കേസുകൾക്ക് വിധി വരുന്നുണ്ടോ? അപ്പോൾ പുതിയ തലമുറയ്ക്ക് എന്താ കിട്ടുന്ന മെസ്സേജ്? അവർക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു, 80% 18 വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിലെ 80% കുട്ടികളാണ് എന്ത് ചെയ്യാത്തത്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്തത്. പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിലേ ഇപ്പോൾ പേര് ചേർത്തിട്ടില്ല 80% കുട്ടികൾ. 18 വയസ്സ് കഴിഞ്ഞാൽ സെൻസസ് അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞാൽ 80% കുട്ടികൾ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ ചാനൽ ഇത് പുറത്തു കൊണ്ടുവന്നു. കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർക്കെല്ലാം താല്പര്യമില്ല, പുതിയ രാഷ്ട്രീയത്തോട് അവർക്ക് താല്പര്യമില്ല. ചെയ്തവരാണെങ്കിൽ പലരും നോട്ടയാണ് ചെയ്തവർ നോട്ട് ചെയ്യുന്നു, രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. കുട്ടികൾ, നല്ല വിവരമുള്ള കുട്ടികളെല്ലാം എവിടെ പോകുന്നു? വിദേശത്തേക്ക് പോകുന്നു. കുറച്ച് പിന്നെ തലയിൽ ആളെ വെച്ച പിള്ളേർ ടെക്നോ പാർക്കുള്ള സ്ഥാപനങ്ങൾ കയറിയിരിക്കുന്നു. ഈ ടെക്നോ പാർക്കുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത് എന്താ? ടെക്നോ പാർക്കിലൊക്കെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ജോലിയുണ്ട്. എന്നാലും ഞാൻ പറയണം, അവിടെ നടക്കുന്ന പണി എന്താ? നമ്മുടെ രാജ്യത്തെ മൂല്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തെ കൃഷി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തെ വ്യവസായം വർദ്ധിപ്പിക്കാൻ വല്ലതുമാണ് നടക്കുന്നത്. എല്ലാം വിദേശ കമ്പനികൾ, ലോകത്താകെയുള്ള കമ്പനികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം, ശമ്പളം കിട്ടുന്നു, ദാറ്റ്സ് ഓക്കെ. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ബുദ്ധിയുള്ള കുട്ടികളല്ല ഇങ്ങനെ ഒന്നുകിൽ രാജ്യത്തിരുന്നോട്ട് അടിമപ്പണി ചെയ്യുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയി അടിമപ്പണി ചെയ്യുന്നു. സിസ്റ്റത്തിൽ ബുദ്ധിയുള്ളവരൊന്നുമില്ല. അവിടെ പിന്നെ വേറെ ഒരുപാട് സംവിധാനങ്ങളിലൂടെ വരുന്ന കുറച്ച് ആളുകളാണുള്ളത്. യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ല. ഓഫീസുകളിൽ ക്രിയേറ്റീവായിട്ട് ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. അവിടെ ഗുണ്ടായിസം, യൂണിയൻ സമരം, ബഹളം അട്ടഹാസമാണ്. അപ്പോൾ നമ്മുടെ ഒരു അരാജകത്വ സമൂഹത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ? ശാസ്ത്രം മാത്രം കൊണ്ട് നമുക്ക് നിൽക്കില്ല, ശാസ്ത്രവും സാങ്കേതികവിദ്യ എല്ലാം വേണം. പക്ഷെ മനുഷ്യന് അത് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞല്ലോ, എത്ര കൃത്യമായിട്ടാണ്, വർഷങ്ങൾക്ക് മുമ്പല്ലേ ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ പോയി അമിതമായ വികാരപ്രകടനങ്ങളും വ്യവസായവൽക്കരണത്തിന് പിറകെ പോകരുത്. നിങ്ങൾ മാനുഷിക എന്താണ് മാസ് പ്രൊഡക്ഷനാണ് വേണ്ടത്, അല്ലാതെ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വേണ്ടത്. ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് വേണ്ടത്, അല്ല ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഉൽപ്പാദനമല്ല വേണ്ടത്. വ്യവസായവൽക്കരണമൊക്കെ വരണം, ഒരു വ്യവസായവൽക്കരണം നമ്മളെതിരല്ല, പക്ഷേ സാങ്കേതികവിദ്യയ്ക്ക് എതിരായിട്ടല്ല ഞാനീ പറഞ്ഞത്. പക്ഷേ അതെല്ലാം കൂടി ജനങ്ങളെ വിഴുങ്ങി മനുഷ്യർക്കൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതി വന്ന്, അവർക്ക് ചിന്തിക്കാനില്ലാത്ത സ്ഥിതി വന്ന്, വായനയില്ലാത്ത സ്ഥിതി വന്ന്, ഇങ്ങനെ ഒരു വല്ലാത്ത ലോകമാണ് നമ്മൾ പോകുന്നത്. അടിയന്തരമായിട്ട് ഇതിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇപ്പം മറുനാടനൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്ന വ്യൂവർഷിപ്പുള്ളൊരു വീഡിയോ ആണ്. മന്ത്രിക്കൊക്കെ അയച്ചു കൊടുക്കണം, നമ്മുടെ ശിവൻകുട്ടി സാറിനൊക്കെ. എല്ലാ സ്കൂളുകളിലും സദാചാരം എന്ന് പറയുമ്പോൾ വേറെ അർത്ഥം എടുത്തുള്ളത്, കേരളത്തിൽ അത് പറയുമ്പോൾ വേറെ വാക്കാണ്. മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ല സ്കൂളുകളിൽ പുതിയ മോറൽ സയൻസ് പഠിപ്പിക്കണം. അപ്പോൾ എല്ലാ സ്കൂളുകളിലും അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങണം. മാനവികതയുടെ ക്ലബ്ബുകൾ തുടങ്ങണം. കുട്ടികളിൽ പുതിയ കാര്യങ്ങൾ, സാമൂഹ്യ ജീവിതം കുട്ടികളെ പഠിപ്പിക്കണം. നിർബന്ധമായിട്ട് എല്ലാവർക്കും സോഷ്യൽ വർക്ക് കൊടുക്കണം. സോഷ്യൽ വർക്ക് ഒരു പാർട്ടാക്കണം. അതുപോലെ മാത്രമല്ല, ഇവിടെ ഈ മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കുട്ടികളെ ബന്ധിപ്പിക്കണം. അങ്ങനെയൊക്കെ ബന്ധിപ്പിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? കുട്ടികൾ സോഷ്യൽ ആക്ടിവിറ്റിയിലേക്ക് വരും. അവൻ്റെ സ്ട്രെസ് എല്ലാം റിലീസ് ചെയ്യപ്പെടും. അവൻ ജാതിക്കും മതത്തിനും വർഗത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി സ്വതന്ത്രമായി ചിന്തിക്കും. അപ്പോൾ കൂടുതൽ കുട്ടികളെ എന്ത് ചെയ്യണം? ആ നിലയിലേക്കുള്ള സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ NSSO SPCO അല്ലെങ്കിൽ അങ്ങനെ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് 10-50 കുട്ടികളായിരിക്കും ഒരു സ്കൂളിൽ പ്രവർത്തിക്കുന്നത്, ബാക്കി ആരും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു 50 കുട്ടികളായിരിക്കും ഇതിലൊക്കെ ക്ലബ്ബിലുള്ളത്. അത് പോരാ, 3000 കുട്ടികൾ പഠിക്കണമെങ്കിൽ 3000 കുട്ടികളെ എന്ത് ചെയ്യണം? ഈ ക്ലബ്ബുകളിലും കാര്യങ്ങളിലൊക്കെ ബന്ധിപ്പിച്ച് അവരെ സാമൂഹ്യ ജീവിതം പഠിപ്പിച്ച് ഇത് സിലബസിലും കൊണ്ടുവരണം. സിലബസിലും കൊണ്ടുവന്ന് ഈ സാരോപദേശ കഥകൾ, എത്രയെത്ര നല്ല കഥകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, തത്വങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ മുത്തശ്ശിമാരെയൊക്കെ സ്കൂളിൽ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണമെന്നേ. ആ കാലത്തിലേക്കൊക്കെ നമ്മൾ പോകണം. മുത്തശ്ശന്മാരെ അവരെ അനുഭവ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജ് ആ തരത്തിലേക്കൊക്കെ പുതിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പിന്നെ അതുപോലെ നിയമങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കഞ്ചാവ് മയക്കുമരുന്ന് പോലുള്ളത് പിടിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇത് ചെയ്യുമ്പോൾ പിന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കുറേ കൂടെ തത്വാധിഷ്ഠിതമായ നിലപാടുകൾ സ്വീകരിച്ച് പോകണം ഏത് രാഷ്ട്രീയ പാർട്ടി. ഇതെല്ലാം കണ്ടാണ് നമ്മുടെ സമൂഹം വളരുന്നതെന്നേ. എന്ത് തെറ്റ് ചെയ്താലും അതിനെ ഓണപ്പ് ചെയ്യുന്ന ഏത് പാർട്ടിയായാലും, ഞാൻ ഒരു പാർട്ടി പറയല്ല, ഏത് പാർട്ടിയാലും തെറ്റ് ചെയ്താൽ അകത്ത് നിൽക്കാൻ പറ്റും. ഗുണ്ടായിസം കാണിച്ചാൽ അകത്ത് നിൽക്കാൻ പറ്റും, തല്ലിയാൽ അകത്ത് നിൽക്കാൻ പറ്റും, ജാമ്യം എടുത്തു കൊടുക്കും പാർട്ടിക്കാർ. കൊലപാതകം ചെയ്താലും ജാമ്യം എടുത്തു കൊടുക്കുന്ന സംവിധാനം ഉണ്ട് ഏത് പാർട്ടിയായാലും. അതെല്ലാം ഒഴിവാക്കുന്ന പുതിയ ഒരു പരിവർത്തനത്തിലേക്ക് വേണം. അപ്പോൾ സാമൂഹ്യമായ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന, സാമൂഹ്യമായ പരുവപ്പെടലെന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മനുഷ്യർ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ
അവർ കേവല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഇതുപോലത്തെ കൊലപാതകങ്ങളിലും കാര്യങ്ങളിലും ന്യൂജൻ ചെന്ന് ചാടുമ്പോൾ അവരെ വിചാരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, ചിന്താശക്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിവർത്തനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കണം. ആ പരുവപ്പെടലിൽ നിന്ന് പരിവർത്തനം ഉണ്ടാകണം, മാറ്റമുണ്ടാകണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ലോകത്താകെ നടക്കുന്നത്. ഇപ്പോൾ ഭൂട്ടാനിൽ ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അവർ വളരെ കൃത്യമായ ഒരു ബുദ്ധമതമൊക്കെ, അവർ ബുദ്ധമതത്തിലെ ഈ മതം എന്ന് പറയുമ്പോൾ മതം പഠിപ്പിക്കലല്ല, അതിൽ നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് നന്മയുള്ള വശങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചൈന, ഈ പറയുന്ന ചൈനയിൽ എന്താണ്, ഉച്ചയ്ക്ക് 1 മണിക്കൂർ കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റുന്ന രീതി, ചാരി ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കസേരയാണ് അവിടെ സ്കൂളിൽ കൊടുക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഉറങ്ങണം കുട്ടികൾ. എണീറ്റ് ഉറക്കം കഴിഞ്ഞാൽ 10 മിനിറ്റ് അവർ ഡാൻസ് ചെയ്യണം. സിലബസാണിത്. അപ്പം ജപ്പാനിൽ എല്ലായിടത്തും. അപ്പം ലോകത്താകെ കുഞ്ഞുങ്ങളെ പുതിയ മൂല്യബോധവും പുതിയ ചിന്തകളും പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല, സമൂഹത്തിൽ അതിനുള്ള സാഹചര്യമില്ല, സ്കൂളുകളിൽ അതിനുള്ള സാഹചര്യമില്ല, സിലബസ് വഴിയില്ല, അതിനുള്ള നിയമം നാട്ടിലില്ല. സ്വാഭാവികമായിട്ടും ഈ എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. പിന്നെ ഞാൻ വേറെ കുറേ ആളുകളുടെ പേര് പറഞ്ഞാലും മറ്റൊന്നും കരുതരുത്. ഇനി ഇതിൻ്റെ താഴെ വന്ന ആളുകൾ ട്രോളരുത്. മൈത്രേയനെ പോലെയുള്ള കുറേ ആളുകളുണ്ട് ഇവിടെ. രവിചന്ദ്രൻ, മൈത്രേയൻ, വൈശാഖൻ, പിന്നെ ഉണ്ട് സുനിൽ പിള്ളയിടം, ഇങ്ങനെ കുറേ പേരുണ്ട്. ഇവരെന്താണ് എന്തെങ്കിലും അവരുടെ 1 മണിക്കൂർ 3 മിനിറ്റ് റീൽസ് മുതൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെയുള്ള പ്രഭാഷണങ്ങളാണ് പലരുടേത്. ഏതെങ്കിലും ഒരു നല്ല കാര്യം ജീവിതത്തിൽ ആമലൊക്കെ ഒന്ന് കേട്ടു നോക്കൂ. നമുക്കൊരു റിവ്യൂ തന്നെ നടത്തേണ്ട സമയമായി. ഇവരെയൊക്കെ പരിപാടികൾ റിവ്യൂ ചെയ്യേണ്ട സമയമായി. ഞാനും കൂടെ വരും, വേണേൽ അവരെ കൂടെ വിളിച്ചോളൂ ചാനലുകളിൽ. ഒരു നല്ല കാര്യം സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നാളെ മുതൽ ചെയ്യേണ്ട ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? നാളെ മുതൽ അല്ലെ അടുത്ത നിമിഷം മുതൽ അമലിന് മാറാൻ പറ്റിയ, അല്ലെങ്കിൽ സംഗാതിക്ക് മാറ്റാൻ, എനിക്ക് മാറാൻ പറ്റിയ ഒരു നല്ല കാര്യം ഇവിടെ ആരുടെ വീഡിയോയിലും ഇല്ല. ഒന്നുകിൽ കുറച്ച് BJP പള്ളു പറയുക, അല്ലെങ്കിൽ സംഘീയ പള്ളു പറയുക, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ തള്ളി പറയുക, എല്ലാ തത്വശാസ്ത്രങ്ങളെയും തള്ളിപ്പറയുകയാണ്. സകല തത്വശാസ്ത്രങ്ങളെ തള്ളിപ്പറയുക, സകല മതങ്ങളെയും തള്ളിപ്പറയുക, ആത്മീയതയെ തള്ളിപ്പറയുക, ശാസ്ത്രത്തെ തള്ളിപ്പറയുക, എല്ലാത്തിനും തള്ളിപ്പറയുന്ന ഒരു അരാജകത്വമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. വളരെ അരാജകത്വമാണ് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തും, മൈത്രേയൻ്റെയൊക്കെ ചില വീഡിയോസ് കണ്ടാലുണ്ടല്ലോ, സ്ത്രീകളെന്ന് പറയുന്നത് ലൈംഗിക ഉപയോഗത്തിന് വന്നതാണ് ഇവിടെ. എല്ലാവരും ലൈംഗികമായി സന്തോഷിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഇവർ? അപ്പോൾ വളരെ മോശമായി. ഒരു ദിവസം കേൾക്കുന്നുണ്ട്, ഖുറാനിൽ എന്തെങ്കിലും ഒരു നല്ല വാക്കുണ്ടോ? വെല്ലുവിളിക്കുകയാണ് ചാനലിൽ. 1000 നല്ല വാക്കുണ്ട്. ഞാൻ ഖുറാൻ വായിച്ചിട്ടുള്ള ആളാണ്. 1000 ഇടത്തല്ല നല്ല കാര്യങ്ങൾ പറയുന്നത്. മഹാഭാരതത്തിൽ നല്ലതുണ്ടോ? അങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തരം സോഷ്യൽ മീഡിയയും ആരെ സ്വാധീനിക്കും? ഇവർക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ടെന്നേ, ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ധരിക്കുന്നത്. ഒരു ദിവസം ഞാൻ സമയമെടുക്കുന്നില്ല, അല്പം സമയമെടുത്ത് ചെയ്താലും വേണ്ട ഒരു വീഡിയോ ആണ്. രവിചന്ദ്രൻ ഒരു ദിവസം പറഞ്ഞിരിക്കുകയാണ്, നമ്മളെ പ്രൊഫസർ രവിചന്ദ്രൻ, ശബരിമലയിൽ ആദ്യത്തെ ആളങ്ങോട്ട് പോയപ്പോൾ കുറേ മഞ്ഞപ്പൊടി താഴെ വീണു, ഒരു മരക്കുറ്റി തട്ട് മഞ്ഞപ്പൊടി വീണു. മഞ്ഞപ്പൊടി വീണപ്പോൾ അദ്ദേഹം അത് അവിടെ വെച്ച് വീണതായതുകൊണ്ട് അതിന് എടുത്തില്ല. ബാക്കി വന്ന ആൾ നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ മഞ്ഞപ്പൊടി, അദ്ദേഹം വിചാരിച്ചു ദൈവത്തിൻ്റെ സ്ഥലമാണെന്ന്, അദ്ദേഹം കയ്യിലിരുന്ന മഞ്ഞപ്പൊടി മനഃപൂർവ്വം ഇട്ടു. പിന്നെ ഇതെല്ലാം കണ്ടിട്ട് ബാക്കിൽ വന്ന് കുറച്ച് പേര് അങ്ങോട്ട് മഞ്ഞപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത വർഷം നോക്കിയപ്പോൾ അവിടെ ഒരു ഉപദേവതയെ വെച്ചു. ഇങ്ങനെയാണ് ഉപദേവതയെ വയ്ക്കുന്നത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ? ശബരിമലയിൽ എന്തുമാത്രം താന്ത്രിക വിദ്യകളും താന്ത്രിക ആചാര്യന്മാരും പൂജയൊക്കെ ചെയ്തില്ലേ ദേവതമാർ വയ്ക്കുന്നത്? അപ്പോൾ രവിചന്ദ്രനെ പോലുള്ളൊരു പ്രൊഫസർ വന്നിട്ട് ഒരു ചാനലിൽ വന്നിട്ട് 3 മിനിറ്റുള്ള റീൽസ് അങ്ങ് ചെയ്യുകയാണ്. എന്താണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? സോഷ്യൽ ഓഡിറ്റ് ചെയ്യേണ്ട സമയമായി. ഇവർ ഈ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന സന്ദേശം എന്ത്? പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്ത്? നിഷേധമാണോ? എല്ലാത്തിനെയും നിഷേധിക്കലാണോ? ശാസ്ത്രം ഉൾപ്പെടെയുള്ള സകലതിനെ നിഷേധിക്കലാണ്? നിഷേധിച്ചൊരു നിഷേധ ജീവിതം നയിക്കലാണോ? ആരോടെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടോ? ഞാൻ ഒരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ ഗ്രാമത്തിലാണ് ഇതിപ്പോൾ സംഭവിച്ചത്. എൻ്റെ ഗ്രാമത്തിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ഇന്നലത്തെ അപകടമുണ്ട്, ഈ കൊലപാതകം നടന്നത്. ഞാനിവിടെ സ്വദേശിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ 5 വർഷം യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കാൻ ഞാൻ ബസ്സിലാണ് വരുന്നത്. മുതിർന്നവർക്കറിയാം, അപ്പം ഞങ്ങൾ എണീറ്റ് കൊടുക്കും. മുതിർന്നവർക്ക് അറിയാൽ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടാറേ ഇല്ല. ഇരുന്ന് വരുമ്പോൾ അടുത്ത മുതിർന്ന ആൾ കയറും. വീണ്ടും ഓരോ സ്റ്റോപ്പിൽ നിന്ന് മുതിർന്നവർ കയറും. അപ്പോഴെല്ലാം നമ്മൾ എണീറ്റ് കൊടുക്കും. ഗർഭിണികൾ കയറും, അപ്പോഴെല്ലാം നമ്മൾ എണീറ്റ് കൊടുക്കും. ഇന്ന് ഞാൻ മുതിർന്നപ്പോൾ ഞാൻ ബസ്സിൽ കയറുമ്പോൾ കുട്ടികൾ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതേ പോട്ടെ, വളരെ നിഷേധപരമായി നമ്മളെ നോക്കും. ഈ തലമുറ മാറ്റം ഉണ്ടെന്നേ. നമ്മൾ ശാസ്ത്ര സാങ്കേതിക സമയമെടുക്കാതെ തന്നെ ഞാൻ പറയുന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെത്തി, സമ്മതിച്ചു, ക്ലോണിങ്ങിലെത്തി. പക്ഷേ അമ്മയെ സ്നേഹിക്കാൻ മറന്നു, മക്കളെ സ്നേഹിക്കാൻ മറന്നു, അച്ഛനെ സ്നേഹിക്കാൻ പറഞ്ഞു. വൃദ്ധസദനങ്ങളിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിന് നമുക്ക് സങ്കടമില്ല. അനാഥ മന്ദിരങ്ങളിൽ കുട്ടികളെ കൊണ്ട് തള്ളുന്നതിന് സങ്കടമില്ല.
ആരോടും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് പുതിയ തലമുറ പോകുന്നത്. ഇത് വളരെ ഉത്തരവാദിത്വപരമായിട്ടാണ് പറയുന്നത്. ഇതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? മാനവികത എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? എന്ത് തത്വശാസ്ത്രം പഠിപ്പിച്ചിട്ടാണ് മനുഷ്യനെ മാനവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്? എല്ലാവരുടെയും ആർത്തി പൂണ്ട് ജീവിക്കാൻ ഒരു സമൂഹത്തിനും കഴിയുകയില്ല. അത്യാഗ്രഹവും ആർത്തിയും കൊണ്ടൊരു സമൂഹത്തിന് മുമ്പോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ സമാധാനപരമായി ഉള്ളത് കൊണ്ട്, ഉള്ള സമ്പാദ്യം കൊണ്ട്, അല്ലെങ്കിൽ മാന്യമായി സമ്പാദിച്ച് മാന്യമായ ജീവിതം നയിച്ച് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്ന് പുതിയ ജനറേഷൻ പഠിച്ചേ കഴിയൂ. അത് ആൺകുട്ടികളും പഠിക്കണം, പെൺകുട്ടികളും പഠിക്കണം. ക്യാമ്പസുകൾ ഇത് പഠിപ്പിച്ചേ കഴിയൂ. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഈ മാനവികത പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇത് എല്ലാ സ്കൂളുകളിലും വളരെ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളിൽ ആരംഭിക്കേണ്ട ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇത് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം, മുതിർന്നവരിലും കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ ആ തരത്തിലുള്ള ഗൗരവമായ സോഷ്യൽ ലൈഫ് വേണം. പിന്നെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം. പ്രകൃതിയെ കൂടി സംരക്ഷിക്കാൻ, കാരണം പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ആളുകൾക്ക് ഇതിനകത്തൊരു താല്പര്യം വരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള വലിയ വിദ്യാഭ്യാസം കൊണ്ടുവരണം. അങ്ങനെയാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്, സാമൂഹ്യമായ പരുവപ്പെടൽ എന്നുള്ളതിൽ നിന്ന് മാറി സോഷ്യൽ പരിവർത്തനത്തിലേക്ക് മനുഷ്യർ പോകുന്നത്. അത് ഓരോ നിമിഷവും വെള്ളം നദിയിലൂടെ ഒഴുകുമ്പോൾ അഴുക്ക വെള്ളമൊക്കെ വരും. അത് ഒഴുകിപ്പോയിട്ട് എപ്പോഴും നല്ല വെള്ളം വന്നുകൊണ്ടേയിരിക്കണം, ഫ്രഷ് വാട്ടർ. അങ്ങനെ സ്റ്റാഗ്നേഷൻ സംഭവിച്ചു പോയാൽ അത് പൊല്യൂട്ടാവും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്റ്റാഗ്നേഷനാണ് കേരളത്തിലൊക്കെ. കേരള സമൂഹം ഇന്ന് നേരിട്ട് നിൽക്കുന്ന ഈ ഒരു അരാജകത്വമുണ്ട്. അത് വളരെ ഗൗരവമായി എല്ലാ ചാനലുകളും, എല്ലാ പത്രങ്ങളും, സകല വ്യക്തികളും, ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളും ഗൗരവമായി ചർച്ച ചെയ്തില്ലെങ്കിൽ ഇതൊരു പ്ലേഗ് പോലെ, ഒരു അസുഖം പോലെ, വൈറസ് പോലെ കേരളത്തിൽ പടരും. ഇത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അവർ ചാനലുകളും പത്രങ്ങളും ഒക്കെ വായിച്ചു തന്നെയാണ്. നമ്മൾ ഒരു വശത്ത് അവരോട് പറയുന്നു നിങ്ങൾ പത്രം വായിക്കൂ, വായന വളർത്തൂ. മറുവശത്ത് പറയുന്നു ചാനലുകൾ കാണൂ. കുട്ടികളെ പഠിപ്പിക്കുകയാണ്, അറിവ് നേടാൻ. പക്ഷേ അവർ കിട്ടുന്ന അറിവ് ഇതായിപ്പോയാൽ അത് അരാജകത്വത്തിലേക്ക് പോകും. തീർച്ചയായും നമുക്ക് സമൂഹത്തെ തിരിച്ചു പിടിച്ചേ കഴിയൂ.